ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാട്ടോ. ദേ കണ്ടില്ലേ, ഭയങ്കര കാറ്റാണ് ഇവിടെ. മഴയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈകിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഇപ്പം സമയം 4 മണിയായിട്ടുണ്ട് കേട്ടോ. മോച്ചിൻ്റെ സ്കൂൾ ബസ് വന്നു. അമ്മ അതുകൊണ്ടാണ് അവിടെ നോക്കി നിന്നത്. ഞാൻ പോയി എടുത്തുകൊണ്ട് വരാറില്ല കേട്ടോ. അമ്മയാണ് അവനെ കൊണ്ടുവരലൊക്കെ ചെയ്യണത്. കൊണ്ടുപോയാക്കലൊക്കെ അമ്മ തന്നെയാട്ടോ ചെയ്യണത്. ഇവന് സ്കൂൾ ബസ്സിലിരുന്ന് ഉറക്കം തൂങ്ങിയെന്ന് തോന്നുന്നു. ഇവന് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഹോംവർക്ക് ചെയ്യിക്കാൻ ഇരുത്തിയിട്ടുണ്ട്. ഇവൻ വന്നു കഴിഞ്ഞ് ഉടനെ ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ഇവൻ കളിയിലേക്ക് ഇറങ്ങും. പിന്നെ ഇവൻ ഹോംവർക്ക് ചെയ്യില്ല കേട്ടോ. ഇവന് ഭയങ്കര മടിയാവും. വരുമ്പോൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇവൻ കുഞ്ഞായതുകൊണ്ട് തന്നെ കൈ പിടിച്ചാൽ ഞാൻ എഴുതിപ്പിക്കാറ്. കുറച്ച് അക്ഷരങ്ങളൊക്കെ ആയിട്ട് ഇവൻ തന്നെ എഴുതാറുള്ളൂ. ബാക്കിയൊക്കെ ഞാനിങ്ങനെ പിടിച്ച് എഴുതിപ്പിക്കാറാണ് പതിവ്. പിന്നെ അന്നമോൾ കരഞ്ഞപ്പോൾ അവളുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അവളെ കുറച്ച് നേരം ഇതേപോലെ ഇങ്ങനെ സൈക്കിളൊക്കെ ഓടിപ്പിച്ച് നടന്നു കേട്ടോ. അപ്പോഴേക്കും അമ്മ ചായയായിട്ട് വന്നു. അമ്മേനെ ഞാൻ സഹായിക്കാത്തല്ല കേട്ടോ, അമ്മേനെ ഞാൻ സഹായിക്കാറൊക്കെ ഉണ്ട്. ഇതിപ്പോൾ അന്നമോളുടെ അടുത്ത് നമ്മൾ ആരെങ്കിലും നിന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ നിന്നില്ലെങ്കിൽ അന്നമോൾ പ്രശ്നവും. പിന്നെ എനിക്കോ അമ്മയ്ക്കോ ജോലി ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ അത് ഈ രണ്ടെണ്ണത്തിനെയും കൊണ്ട് ഞാനിങ്ങനെ വന്ന് ബോളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ചേച്ചി ഓടിപ്പോയി കുളിക്കാനൊക്കെ കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവൻ സമ്മതിക്കൂല, ചേച്ചീനെ ഇങ്ങനെ വിടുമൊന്നുമില്ല കേട്ടോ. അപ്പം എൻ്റെ കൂടെ കളിക്കണ കാരണം ചേച്ചി ഓടിപ്പോയി കുളിക്കാൻ പോയത്. ഇവർ രണ്ടുപേരും അകത്ത് കയറ്റിയപ്പോൾ തൊട്ട് കാത്തു കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇവർ ഭയങ്കര കാത്തു ഫാനാണ്. എപ്പോഴും ഈ കാത്തു കാത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ കേട്ടോ. മോച്ച് ഇരിക്കണുണ്ടോ, ഇവൻ ഓരോ രീതിയിലിരുന്നായിരിക്കും മൊബൈലൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഞാൻ അകത്ത് വന്നിട്ടുണ്ട്. ഇനി ഓടിപ്പോയി എനിക്ക് കുളിക്കണം. അപ്പം ഞാൻ കുളിച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, മുഖത്ത് ക്രീമൊക്കെ പറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോ ക്രീമുകളായിട്ട് ഞാൻ ഓരോന്ന് പോയി ഓടി 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 എടുക്കുകയാണ്. പിന്നെ ഇത് പറ്റുന്നത് സൺസ്ക്രീനാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും മാത്രമാണ് ഞാനിങ്ങനെ പറ്റി കൊടുക്കാറുള്ളൂ. പിന്നെ ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇടുമ്പോൾ നമ്മുടെ മുഖം നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടിരിക്കുന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ. ഞാൻ കൂടുതലും മേക്കപ്പ് ചെയ്യണേക്കാളും കൂടുതൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാറാണ് പതിവ്. ഞാൻ പഠിക്കാൻ പോണ ടൈമിൽ മാത്രമാണ് മേക്കപ്പ് ചെയ്യാറ്. അല്ലാത്ത ടൈമിൽ ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴേക്കും നമുക്ക് നല്ല കളറൊക്കെ തോന്നിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ നല്ല ഇരുട്ടായി. ചേച്ചി വന്നിട്ടില്ല കേട്ടോ. ചേച്ചി ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടി പോയേക്കാം. അപ്പോൾ ചേച്ചി വരാൻ വേണ്ടി ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ബാക്കിൽ ഒരാൾ വണ്ടിയൊക്കെ വലിച്ചിറക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഞാൻ വിളിച്ചപ്പോഴേക്കും അവൻ ഓടിപ്പോയിട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടി മോച്ചുവിനെ ഇരുത്തി അവന് കുറച്ച് കളറൊക്കെ ചെയ്യിപ്പിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എഴുതാനുള്ളതൊക്കെ നേരത്തെ എഴുതി വെപ്പിച്ചു. ഇനി കളറ് ചെയ്യാനുള്ളത് അവനെ ഇരുത്തി കളറ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കാണിക്കുന്നത് അവൻ ചെയ്തിട്ടുള്ളതൊക്കെ ആട്ടോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പപ്പ വന്നപ്പോൾ പരിപ്പോട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. ഇതെന്നും പരിപ്പോട കൊണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പരിപ്പോട. അന്നമോള് ഇവിടെ ഇരുന്ന് കുത്തി വരയ്ക്കണുണ്ടോ. ഇവൾ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞാൻ കൊടുത്തതാണ് കേട്ടോ. ഇവളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്കെച്ച് മുഴുവനും കാലുമേയും കൈമൊക്കെ ഇങ്ങനെ വരച്ചിടും. ഇനി കുളിപ്പിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ബെഡ്ഷീറ്റിലൊക്കെ വരച്ചിടും കേട്ടോ. ഇത് തന്നെയാണ് എന്നും പണി. മോച്ചുവിന് അമ്മ സൈഡിലിരുന്ന് ചോറൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. ഇവൻ ഇങ്ങനെ വാരി കൊടുത്താൽ നന്നായിട്ട് ഫുഡ് കഴിക്കും. അന്നമോൾ ഇപ്പോഴും വരച്ചുകൊണ്ടിരിക്കുക. ആ പകുതിയും വരയ്ക്കുന്നത് ബെഡ്ഷീറ്റിലാട്ടോ. അതേ കണ്ടോ, ഈ ബെഡ്ഷീറ്റ് മൊത്തം അവൾ വരച്ച് ചീത്തയാക്കിയിട്ടതാണ്. ഇനി ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ചോറുണ്ണാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാളക്കറി ഉണ്ടായിരുന്നു. പിന്നെ ചാള വറുത്തതുണ്ടായിരുന്നു, കൊഴുവ കറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ചാറും തോരനൊക്കെ കൂട്ടി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മോച്ചുവിന് ഇന്ന് ഞാൻ തന്നെ ഉറക്കണമെന്ന് നിർബന്ധം കേട്ടോ. എല്ലാ ദിവസവും അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ കുറേ നാളായിട്ട് എല്ലാ കാര്യവും ഞാൻ തന്നെ ചെയ്യണം എന്ന് അവൻ്റെ ഒരു വാശിയുണ്ട്. അന്നമോൾക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ചില ദിവസങ്ങൾ കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ എടുത്തുറക്കി. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ എടുത്തുറക്കാനൊന്നും പറ്റില്ല. കാരണം അവനും വെയിറ്റ് ഉണ്ടല്ലോ, 4 വയസ്സായില്ലേ. അപ്പോൾ എനിക്കത് താങ്ങാനും പറ്റില്ല. പിന്നെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞു എന്ന് തോന്നിയപ്പോൾ ഞാൻ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്. ഒന്ന് ചാരിയൊക്കെ ഇരുന്ന് കിടത്തിയിട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇവനെ പെട്ടെന്ന് കൊണ്ടുപോയി കിടത്താൻ പറ്റില്ല. ഇവൻ എഴുന്നേക്കും, പിന്നെയും ഞാൻ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. അപ്പം ഞാനിങ്ങനെയാണ് ഇവരെ രണ്ടുപേരും ഉറക്കണത്. കുറച്ച് നേരം കൊണ്ട് കിടന്നിട്ട് പതിയെ ഇങ്ങനെ ചാരി ഇരിക്കും. ഉറങ്ങിയെന്ന് കഴിയുമ്പോൾ ഞാൻ അവരെ കൊണ്ടുപോയി കിടത്താറാട്ടോ പതിവ്. അപ്പോൾ അവൻ ഉറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി കിടത്തി വന്നതിന് ശേഷം ഞാൻ ബുക്കിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് വായിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. കാരണം അന്നമോൾ അവിടെ ഉറങ്ങിയിട്ടില്ല, മൊബൈൽ കണ്ടിരിക്കുകയാണ്. അമ്മ അവളെ ഉറക്കാൻ നോക്കണുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വായിക്കാം എന്ന് വിചാരിച്ചിട്ട് മാധവിക്കുട്ടിയുടെ പുസ്തകമായിട്ട് എടുത്തിട്ട് അപ്പോൾ അതെടുത്ത് വായിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരമൊക്കെ വായിച്ചു. എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
കുത്തി കുറിക്കലുണ്ട് കേട്ടോ, എഴുതിയിടും ഞാൻ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്, വായന പോലെ തന്നെ ഇഷ്ടപ്പെട്ട കാര്യമാണ് എഴുത്തും. ഞാൻ എഴുതാറൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഞാനിങ്ങനെ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഞാൻ എഴുതിയതൊക്കെ ഇടാം കേട്ടോ. അപ്പം ഞാൻ ഇരുന്നും കിടന്നും ഒക്കെ വായിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നടുവേദനയൊക്കെ എടുത്തപ്പോൾ ഒന്ന് ചാരി കിടന്നതാണ്. അവിടെ നിന്ന് അന്നമോളുടെ ഒച്ചയൊക്കെ കേൾക്കണ്ട കേട്ടോ. അമ്മ ഇങ്ങനെ ഉറക്കാൻ കുറേ ശ്രമിക്കും, പക്ഷെ അവൾ ഉറങ്ങില്ല എന്ന് വാശിയിൽ നിൽക്കും. അങ്ങനെ ഞാൻ എഴുതാൻ ബുക്കൊക്കെ എടുത്തിട്ടുണ്ട്. എന്തെഴുതും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വരുന്നത് ഇങ്ങനെ കുത്തിക്കുറിച്ചിടും കേട്ടോ. എനിക്കിഷ്ടമാണ് എഴുതാൻ. അപ്പം ഞാൻ എഴുതിയിട്ടുള്ളത് നിങ്ങളെ കാണിച്ചൊക്കെ തരാം കേട്ടോ. ഇതൊക്കെ ഞാൻ എഴുതിയതാട്ടോ. ഇതിന് ഞാനായിട്ട് ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ ബന്ധം ഉണ്ടാവാറില്ല. എനിക്ക് എന്ത് എഴുതണം എന്ന് തോന്നിയോ ഒരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിനെ പറ്റി എഴുതും. അതാണ് സാധാരണ നടക്കുന്ന കാര്യം. ഇത് വായിച്ചിട്ട് ഞാനായിട്ട് ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ അതും ഉണ്ടാവാറില്ല കേട്ടോ. ചിലതൊക്കെ ഉണ്ടാവാറുണ്ട്. എഴുതി കഴിഞ്ഞപ്പോൾ ഒരു ജെംസ് മിഠായി എടുത്ത് കഴിച്ചു കേട്ടോ. അന്നമോൾ കാണാതെ ഒളിപ്പിച്ച് വെച്ച് ഞാൻ എടുത്ത് വെച്ച മിഠായിയാണ്. അപ്പോൾ അത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അന്നമോൾ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ദേ ഇപ്പം മോച്ചു അന്നമോളും മമ്മിയും കൂടി ഒരുമിച്ച് നിലത്താട്ട കിടക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ ഇഷ്ടംപോലെ റൂമുണ്ട്. പക്ഷെ പിള്ളേരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിരങ്ങി പോകുമല്ലോ. അപ്പോൾ കട്ടുമ്പോൾ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എഴുന്നേറ്റ് കരച്ചിലൊക്കെ തുടങ്ങും കേട്ടോ. നിലത്ത് കിടന്നു കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാറുണ്ട്. എല്ലാവരും ഉറങ്ങിയിട്ടോ. അപ്പം ഞാനും ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ദേ ഞാനിവിടെ വന്ന് റിമോട്ടൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ അടുത്ത് തന്നെ വെച്ചില്ലെങ്കിൽ ഫാന് ഇപ്പോഴൊക്കെ ഇട്ട് വയ്ക്കും. ഇപ്പം നല്ല ചൂടാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല തണുപ്പ് അങ്ങോട്ട് വരും, മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ പിന്നെ ഈ സാധനം അടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് വേണ്ടി എഴുന്നേക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് അടുത്ത് വെച്ചിട്ടാട്ടോ കിടന്ന് ഉറങ്ങുള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെ പുതപ്പൊക്കെ വിരിച്ചതിന് ശേഷം കുറച്ച് നേരം പ്രാർത്ഥിക്കും കേട്ടോ. കാരണം നമുക്കൊരാപത്തും അനർത്ഥവും ഒന്നും വരാതെ ഈ ദിവസം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ ദൈവത്തിനോട് നമുക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ സമയം 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് ദൈവം എനിക്ക് ഒരാപത്തും അനർത്ഥവും വരാതെ നടത്തിയതിന് ദൈവത്തിനോട് നന്ദി പറഞ്ഞിട്ടാട്ടോ ഞാൻ എല്ലാ ദിവസവും കിടക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഉറങ്ങാൻ പോവാട്ടോ. ഞാൻ ലൈറ്റ് ഇട്ടിട്ടേ കിടക്കുകയുള്ളൂ. ഇവിടെ 2 ലൈറ്റ് ഉണ്ട് ഈ റൂമിൽ. ഒരു ലൈറ്റ് ഇട്ടിട്ടാട്ടോ ഇപ്പോഴും കിടക്കുകയുള്ളൂ. എനിക്ക് നല്ല പേടിയാണ് ഒറ്റയ്ക്ക് കിടക്കാൻ. അതുകൊണ്ട് തന്നെ ലൈറ്റ് ഇട്ടിട്ടേ കിടക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.